വന്നിട്ടുള്ളവർക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതല്ല എങ്കിൽ യൂട്യൂബിൽ നമ്മളത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ മുൻ അല്ലെങ്കിൽ ഇവിടെ നടന്ന വചന ശുശ്രൂഷകൾ നിങ്ങളവിടെ കേൾക്കാനായിട്ട് കഴിയും. യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിച്ചിരുന്നു. ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല പ്രൈസ് ദി ലോർഡ് യേശു കർത്താവ് ഓർപ്പിച്ചത്. എന്നാൽ ഇവണ്ണം ദ മോഡൽ ഓഫ് പ്രയർ ആണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 2 പ്രധാനപ്പെട്ട പദങ്ങൾ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളിൽ ചിന്തിച്ചു. ഒന്ന് എന്തായിരുന്നു? ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ. പ്രയർ ഈസ് ഓൾ റെസ്റ്റിംഗ് ഓൺ ദി ഫാദർലി റിലേഷൻഷിപ്പ്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. പ്രൈസ് ദി ലോർഡ്. Prayer is all maybe having a right connection with the Lord. Praise the Lord. Hallelujah. Allengil the prayer is of re-engaging or it is kind of relating with the holiness of God. മൂന്നാമത്തെ ഇന്നത്തെ ദൈവവചന ചിന്ത അടുത്ത ഭാഗത്തു നിന്നാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിൻ്റെ രാജ്യം വരേണമേ. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്നത് നിൻ്റെ രാജ്യം വരേണമേ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഈ വാക്യത്തിൽ 3 പദം നിൻ്റെ രാജ്യം വരേണമേ. ഇൻ ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ വായിക്കുന്നത് ദൈ കിങ്ഡം കം. പ്രൈസ് ദി ലോർഡ്. യുവർ കിങ്ഡം കം. 3 പദങ്ങൾ. ദൈ കിങ്ഡം കം എന്ന ഒന്നാമത്തെ പദം യുവർ അല്ലെങ്കിൽ ദൈ എന്ന് പറയുന്നത് മറ്റാരുമല്ല, ദൈവത്തെ തന്നെയാണ്. ദൈവത്തെ തന്നെ അഭിസംബോധന ചെയ്യുകയാണ്. കർത്താവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ രാജ്യം തന്നെ എന്ത് ചെയ്യണം? വരണം. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ പ്രാർത്ഥന കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ച സമയത്ത് തൻ്റെ മുന്നിലുള്ള ചിന്ത ഇതാണ്, അല്ലെങ്കിൽ തൻ്റെ മുന്നിലുള്ള കാഴ്ചപ്പാട് ഇതാണ്: ഈ ലോകത്തിൽ പല രാജ്യങ്ങൾ ഉടലെടുക്കും. പ്രൈസ് ദി ലോർഡ്. പലതും പല ലക്ഷ്യത്തോടുകൂടെ വരും. എന്നാൽ എന്നേക്കും നിലക്കുന്നത് ഒരേ ഒരു രാജ്യമേ ഉള്ളൂ, അത് ദൈവരാജ്യമാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ എല്ലാം ആ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശ, കർത്താവേ നിൻ്റെ രാജ്യം വരണമേ എന്നുള്ള അനുഭവം ഉണ്ടാകണമേ. ദൈവത്തിൻ്റെ രാജ്യം. 2 അവിടെ കാണുന്ന മറ്റൊരു പദമാണ് രാജ്യം അല്ലെ കിങ്ഡം എന്നുള്ള പദം. പ്രൈസ് ദി ലോർഡ്. ഗ്രീക്കിൽ ഇതിന് കൊടുത്തിരിക്കുന്ന പദം ബാസിലിയ എന്നാണ്. ബാസിലിയ, that means it is a royal power or a kingship or a dominion or a rule to a region. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എ അൾട്ടിമേറ്റ് റൂൾ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഡൊമിനിയൻ ഓർ അൾട്ടിമേറ്റ് കിങ്ഷിപ്പ്. ഇത് നമ്മുടെ പ്രാർത്ഥനയിൽ വേണമെന്നാണ് കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത്. പ്രൈസ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പുറകാലെ പറയാം. 3-ാമത്തെ പദമാണ് കം. പ്രൈസ് ദി ലോർഡ്. വരണമേ. വന്നാലും എന്നല്ല, വരണം. ഇറ്റ്സ് എ വെരി ദ വേർഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എ ഇമ്പരേറ്റീവ് വെർബ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ ഉള്ളവർക്ക് അറിയാം. ഇമ്പരേറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ലൈക്ക് എ കമാൻഡ്. ഇറ്റ്സ് ലൈക്ക് എ അർജൻസി ഈസ് ദെയർ. കം. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ രാജ്യം വന്നേ തീരൂ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥനയിൽ ഒരു വലിയ പെറ്റീഷനാണ്, അല്ലെങ്കിൽ വലിയൊരു അഭയാചനയാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവത്തോട് പറയുന്നത്. ഈ പെറ്റീഷൻ്റെ പ്രത്യേകത, ഒന്ന്, ഒരു അല്ലെങ്കിൽ പ്രവചനാത്മകമായ ഒരു അഭയാചനയാണ്. ദിസ് ഈസ് എ പെറ്റീഷൻ ഓഫ് പ്രൊഫസി ഓർ ഇൻ അതർ സെൻസ് എ പ്രൊഫറ്റിക്കൽ പെറ്റീഷൻ. പ്രവചനാത്മകമായ ഒരു അഭയാചനയാണ്. നിൻ്റെ രാജ്യം എന്ത് ചെയ്യണം? വരണം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ: കർത്താവേ, ഈ ലോകത്തിൽ നിൻ്റെ രാജ്യമല്ലാതെ മറ്റൊന്നും ശാശ്വതമായി നിലനിൽക്കുകയില്ല. നിൻ്റെ രാജ്യത്തിൻ്റെ ഒരു പൂർണ്ണത എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ടിടയായി തീരണം. നമ്മൾ വാസ്തവത്തിൽ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണത കാണാൻ ആഗ്രഹിക്കുന്നത് എവിടെയാണ്? വേർ വി വാണ്ട് ടു സീ ദ വെരി കിങ്ഡം. നമ്മളെല്ലാവരും ഇവിടുന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെടുമ്പോൾ when we reach at heaven we expect the kingdom. No,
the kingdom can be in this world itself. Praise the Lord. ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ തന്നെ ഉടലെടുക്കും. Praise the Lord. അപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി പറയുകയാണ്, ദൈവമേ നിൻ്റെ രാജ്യത്തിൻ്റെ ആ ഫുൾ എസൻസ് ഞങ്ങളുടെ മേൽ എന്ത് ചെയ്യണം, വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അതിന് വേദഭാഗത്ത് ഒത്തിരി വേദഭാഗങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേദഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് യെശയ്യാ പ്രവചന പുസ്തകം 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ, ദാനിയേൽ പ്രവചന പുസ്തകം 2-ാം അധ്യായം 44-ാമത്തെ വാക്യം, ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 32-33 വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചാണ്. സോ ആദിമ അല്ലെങ്കിൽ പഴയ നിയമ ഭക്തന്മാർ മുതൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ എന്ത് ചെയ്യണം, സ്ഥാപിതമാക്കണം. ഇറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ് ഫ്രം ദിസ് എർത്ത്ലി കിങ്ഡം. എന്താണ് ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യാസം? ലോകത്തിൻ്റെ ദൈവരാജ്യം എന്ന് പറയുന്നത് പാപം പുരണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ദി എർത്ത്ലി കിങ്ഡംസ് ആർ ടൈൻഡ് ബൈ ദ സിൻ ഓർ സിക്നസ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് രോഗമുണ്ട്, ദുഃഖമുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. It is tainted by the effects of sin. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പാപത്തിൻ്റെ അനുഭവത്താൽ മലിനമാക്കപ്പെട്ടതാണ് ഈ ലോകമെന്ന് പറയുന്നത്. ഇവിടെ അതുകൊണ്ട് തന്നെ ക്ലേശങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവേ നിൻ്റെ രാജ്യം വരുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഈ ലോകത്തിൽ പ്രൈസ് ദി ലോർഡ് എനിക്ക് മറ്റെന്ത് നേടുന്നതിനെക്കാട്ടിലും, എനിക്ക് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെക്കാട്ടിലും ഉപരിയായി കർത്താവെ കഴിയുമെങ്കിൽ നിൻ്റെ രാജ്യം തന്നെ എന്ത് ചെയ്യണം, വരണം. കാരണം ദൈവത്തിൻ്റെ രാജ്യം വന്നാൽ സകല മലിനതകളും മാറും, സകല പാപത്തിൻ്റെ അനുഭവങ്ങൾ മാറും, സകല രോഗങ്ങളും മാറും, സകല കഷ്ടതകളും മാറും. അപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഫസ്റ്റ് ഓപ്ഷൻ എന്താ ആഗ്രഹിക്കേണ്ടത്? ലെറ്റ് ദ കിങ്ഡം കം. പ്രൈസ് ദി ലോർഡ്. അത് വരുന്നത് വൈകിയാൽ മാത്രം മതി. ഏത്? ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ആഹാരവും മറ്റു കാര്യങ്ങളെല്ലാം. പ്രൈസ് ദി ലോർഡ്. പരമപ്രധാനമായി നമ്മുടെ പ്രാർത്ഥനയിലും അത് തന്നെ ഉണ്ടായിരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. കഴിയുമെങ്കിൽ നിന്റെ രാജ്യം തന്നെ ലെറ്റ് വി റൂൾഡ് ബൈ ദി റെയിൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആ വലിയ ഭരണത്തിൽ ഞങ്ങളായിരിക്കണം. ഇന്ന് ലോകം ആരുടെ അധീനതയിലാണ്? പിശാചിൻ്റെ അധീനതയിലായിരിക്കുകയാണ്. വി ആർ അണ്ടർ ദി ക്ലച്ചസ് ഓഫ് സൈറ്റൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാത്താൻ നമ്മെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ദി വേൾഡ് ഈസ് ഗോയിങ് ഓർ റൂളിംഗ് ബൈ ദി പവർ ഓഫ് സൈറ്റൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെയല്ലേ ഇന്ന് പല നിലകളിലുള്ള കാഴ്ചകൾ നമ്മുടെ കണ്ണിലൂടെ വരുന്നത്. പല കാര്യങ്ങൾ, പല ട്രെൻഡുകൾ, പല കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഓരോ ദിവസവും കഴിയുമ്പോൾ വരുന്നത്. കാരണം എന്താണ്? സൈറ്റൻ ഈസ് ഓൺ ഹിസ് വർക്ക്. ഹല്ലേലൂയ. സാത്താൻ എന്ത് ചെയ്യുന്നു? അവൻ റൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന, കർത്താവേ എത്രയും വേഗം നിന്റെ രാജ്യം ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടണം. ലെറ്റ് ദ കിങ്ഡം കം ഇൻ മിഡ്സ്റ്റ് ഓഫ് us because we are under the bondage of Satan. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ പിശാചിൻ്റെ നിയന്ത്രണം സകലത്തെയും ഹാലിലെ പിടിച്ചുലയ്ക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്തായിരിക്കണം? കർത്താവേ നിൻ്റെ രാജ്യം എൻ്റെ മേൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വരണമേ. പ്രകൃതി പോലും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. റോമാലേഖനം പ്രൈസ് ദി ലോർഡ് 8-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഒന്ന് വായിച്ചാട്ട്. റോമാലേഖനം 8:22. ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി. എന്തിനു വേണ്ടി? പ്രൈസ് ദി ലോർഡ്. സകല സൃഷ്ടിയും എന്താണ്? പ്രൈസ് ദി ലോർഡ്. എവറി ക്രീച്ചേഴ്സ് ഓർ എവറി നേച്ചർ ഈസ് ബീൻ ഗ്രോണിങ് ഫോർ ദാറ്റ് റിഡംഷൻ. അപ്പോൾ നമ്മെപ്പോലെ തന്നെ സകല പ്രകൃതിയും സകലതും എന്ത് ചെയ്യുകയാണ്? ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ വ്യക്തിയുടെ ഏറ്റവും ഉള്ളിലെ ആഗ്രഹം, കർത്താവേ എനിക്ക് ഇന്നതൊക്കെ സാധിപ്പിച്ച് തരണമേ എന്നതിനെക്കാട്ടിലുപരിയായി, കർത്താവേ നിൻ്റെ രാജ്യം വരണം, നിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകണം. അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇറ്റ് വിൽ ബി എ സഡൻ കമ്മിങ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ രാജ്യം
വളരെ പെട്ടെന്ന് നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിൻ്റെ അതിൻ്റെ ഭാഗമാകാനായി കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം പ്രാർത്ഥന ഒരു പ്രവചനാത്മകമായ പ്രാർത്ഥനയാണ്. കാരണം കർത്താവേ, നീ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, നീ സംസാരിച്ചിട്ടുണ്ട്, നീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകുന്നു, അല്ലെങ്കിൽ നിന്റെ രാജ്യം ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടുമെന്ന്. ഇനിയും ഒരു വലിയ ദൈവരാജ്യം ഉണ്ടാകും. അവിടെ പാപവും കറകളും ഒന്നുമില്ലാത്തതായ ഒരു ദൈവരാജ്യം വെളിപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ആ പ്രവചനാത്മാവിൽ തന്നെ വിളിച്ചു പറയുകയാണ്, ദൈവമേ നിന്റെ രാജ്യം വരണമേ. കാരണം ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്തതാണ്. ദൈവം നമ്മളോട് ഈ ദൈവരാജ്യം നിങ്ങളുടെ നടുവിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ, കർത്താവേ, ഞാൻ എന്തൊക്കെ പ്രാർത്ഥിച്ചാലും എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, നിന്റെ രാജ്യം ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടണമേ. സോ ഇറ്റ്സ് എ പെറ്റീഷൻ, ഇറ്റ് ഈസ് എ പ്രൊഫറ്റിക്കൽ പെറ്റീഷൻ. ഹല്ലേലൂയ. ഒരു പ്രവചനാത്മകമായ ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം, ഈ പ്രാർത്ഥന ഒരു പേഴ്സണൽ പെറ്റീഷൻ കൂടിയാണ്, ഒരു വ്യക്തിപരമായ അഭയാചന കൂടിയാണ്. കാരണം എന്താണെന്നറിയാമോ? ഇത് ഈ രാജ്യത്തിൽ, അല്ലെങ്കിൽ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകുക എന്നുള്ളത് ശരി തന്നെ. എന്നാൽ ഇത് എൻ്റെ ജീവിതത്തിൽ വരണമേ. പ്രാർത്ഥിക്കുന്ന വ്യക്തി എന്താ പ്രാർത്ഥിക്കുന്നത്? ലെറ്റ് ഇറ്റ് കം ഇൻ മൈ ലൈഫ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ ദൈവരാജ്യം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ, ലെറ്റ് ദ റൂൾ ഓഫ് ഗോഡ് ബി ഇൻ മൈ ലൈഫ്. ദൈവത്തിൻ്റെ ഭരണം എൻ്റെ ജീവിതത്തിൽ നടക്കണം. എന്തിനു വേണ്ടിയാ? പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റൂൾ ഓഫ് ഗോഡ്. അപ്പോൾ ദൈവം എവിടെയെങ്കിലും ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിച്ച് ഭരണം നടത്തിക്കോട്ടെ എന്നല്ല. ഇത് പ്രാർത്ഥിക്കുന്ന എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന ഇതാണ്, കർത്താവേ, നിൻ്റെ രാജ്യം വരുന്നുവെങ്കിൽ ലെറ്റ് me be under your control. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിൽ എന്നെ കൂടെ ആക്കണമേ. സോ കിങ്ഡം ഈസ് should be personalized. ദൈവരാജ്യം വ്യക്തിപരമായി പ്രാപിക്കാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവശക്തി എനിക്ക് പ്രാപിക്കാനുള്ളതാണ്. ആ ദൈവത്തിൻ്റെ ഭരണം എനിക്ക് വേണ്ടിയുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ ദൈവസിംഹാസനത്തിൽ നിന്നുള്ള നിയന്ത്രണം ഉണ്ടാകണം എന്നാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, എനിക്ക് പ്രാർത്ഥിക്കാം, എനിക്ക് എന്തും ചെയ്യാം, ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നു, പക്ഷേ എൻ്റെ സർവ്വകാര്യവും നിയന്ത്രിക്കേണ്ടത് എവിടെ നിന്നാണ്? കർത്താവേ, ആ സ്വർഗരാജ്യത്തിൻ്റെ ഓഫീസിൽ നിന്ന്, അല്ലെങ്കിൽ അങ്ങയുടെ സിംഹാസനത്തിൽ നിന്നായിരിക്കണം എന്നെ നിയന്ത്രിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കാം, എൻ്റെ ആവശ്യപ്രകാരമായിരിക്കാം, എൻ്റെ ആലോചനകൾ വ്യക്തിപരമായ ആലോചന പ്രകാരമായിരിക്കാം. എന്നാൽ ഒരു കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, നിൻ്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്, എൻ്റെ സകല കാര്യവും നിയന്ത്രിക്കപ്പെടേണ്ടത് ആ സ്വർഗത്തിൽ നിന്നായിരിക്കണം, ആ ദൈവരാജ്യത്തിൻ്റെ ഓഫീസിൽ നിന്നായിരിക്കണം, ആ ദൈവരാജ്യത്തിൻ്റെ ഉള്ളറകളിൽ നിന്നായിരിക്കണം എനിക്ക് വേണ്ടി കാര്യങ്ങൾ സാധിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ടു റൂൾ ഇൻ അവർ ലൈഫ്സ്. പലപ്പോഴും നമ്മൾ ദൈവം നമ്മിൽ ഭരണം നടത്താൻ കഴിയാതെ, ദൈവത്തിൻ്റെ ഭരണം നമ്മളിൽ നിവർത്തിക്കപ്പെടാൻ കഴിയാതെ, പ്രൈസ് ദി ലോർഡ്, വി സെൽഡം ഗീവ് അവർ കൺട്രോൾ ടു ഗോഡ്. ദൈവത്തിൻ്റെ കയ്യിലോട്ട് നമ്മുടെ നിയന്ത്രണം നമ്മൾ പലപ്പോഴും കൊടുക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ കാര്യം നടക്കണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ ഇഷ്ടം നടക്കണമെന്നാണ്. പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് നടക്കണമെന്നാണ്. ശരിയാണ്, വാസ്തവത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ നടക്കാൻ വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഒരു ബോധ്യമുണ്ടായിരിക്കണം. ദിസ് ഈസ് ഓൾ സാങ്ഷൻഡ് ഫ്രം ദി കിങ്ഡം ഓഫ് ഗോഡ്. ഇതെല്ലാം സാങ്ഷൻ ചെയ്യപ്പെടുന്നത് സ്വർഗത്തിൽ നിന്നാണ്. ഇത് വേണോ വേണ്ടായോ എന്നുള്ളത് സ്വർഗമാണ് തീരുമാനിക്കുന്നത്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വേണോ വേണ്ടായോ എന്നുള്ളത് ആരാണ് പരിഗണിക്കുന്നത്? സ്വർഗമാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുക, നിൻ്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് മാറി നിന്നിട്ട്
പ്രൈസ് ദി ലോർഡ് എൻ്റെ ഇഷ്ടത്തിനുള്ളത് വരട്ടെ എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ വിരോധാഭാസവും അത് തമ്മിൽ കോൺട്രഡിക്ഷനാണ്. നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലെ പ്രാർത്ഥന അടുത്തതും പ്രൈസ് ദി ലോർഡ് നിന്റെ രാജ്യത്തിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് എൻ്റെ ജീവിതത്തിൽ സാങ്ഷൻ ആകുന്ന, എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുന്ന, എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ആഗ്രഹിക്കുന്നത് മാത്രമേ വരാവൂ. പ്രൈസ് ദി ലോർഡ്. നിന്റെ രാജ്യം വരണമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ദൈവരാജ്യം എന്നിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ട് നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ കഴിയത്തില്ല. നമുക്ക് വേണ്ടി നമ്മുടെ രീതിക്ക് പോകാനായിട്ട് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് മീൻസ് ഹല്ലേലൂയ ഇറ്റ് ഈസ് അണ്ടർ കൺട്രോൾ ഓഫ് എവറിത്തിങ് ഈസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ട് പ്രധാന പദങ്ങൾ അതിന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയും. വൺ വേർഡ് ഈസ് കോൾഡ് തിയോക്രസി, ദി അതർ വൺ ഈസ് കോൾഡ് ഡെമോക്രസി. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ദി ലോർഡ്, ജനാധിപത്യം. അവിടെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ വ്യക്തികളാണ് തീരുമാനിക്കുന്നത് എന്ത് വേണമെന്ന്. എന്നാൽ തിയോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവമാണ് തീരുമാനിക്കുന്നത്. ഇറ്റ് ഈസ് ഗോഡ് ഹു ഡിസൈഡ്സ് വാട്ട് ഷുഡ് ബി ഡൺ ഇൻ യുവർ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കേണ്ടതെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയെങ്കിൽ സഭയായി നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴും പ്രൈസ് ദി ലോർഡ് വി ആർ ഈൽഡിങ് ടു ദി വെരി തിയോക്രസി ഓർ വി ആർ ഈൽഡിങ് ടു ദി സുപ്രമസി ഓഫ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. സഭ എന്ന് പറയുന്നതും ഇറ്റ്സ് നോട്ട് ഡെമോക്രാറ്റിക്. പ്രൈസ് ദി ലോർഡ്. ഇറ്റ് ഈസ് തിയോക്രാറ്റിക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പറയും നമുക്കും ഇലക്ഷനും അതും ഇതും ഒക്കെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനൊക്കെ അതിനെ അത്ര സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയല്ല. പിന്നെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ അങ്ങനെ കടന്നോട്ട് എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ്. എന്നാൽ ഹല്ലേലൂയ, സഭ എന്ന് പറയുന്നത് നിയന്ത്രിക്കപ്പെടേണ്ടത് ആരിൽ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇറ്റ് ഈസ് നോട്ട് ഡെമോക്രാറ്റിക്. പ്രൈസ് ദി ലോർഡ്. സഭ എന്ന് പറയുന്നത് അത് ജനാധിപത്യമല്ല, അത് ദൈവാധിപത്യമാണ്. പ്രൈസ് ദി ലോർഡ്. ജനങ്ങളെ കാട്ടിലപ്പുറത്തായി ഹല്ലേലൂയ ഒരു ദൈവമാണ് സകലതിനെ നിയന്ത്രിക്കുന്നത്. സോ that symbolize that if church is a theocratic church, എൻ്റെ ജീവിതം എന്തായിരിക്കണം? It is under the control of God. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം. എന്നാൽ നമ്മുടെ പ്രാർത്ഥന, യേശുവിനോടുള്ള നമ്മുടെ പ്രാർത്ഥന കേട്ടാൽ പ്രൈസ് ദി ലോർഡ്, കർത്താവേ ഇങ്ങ് തന്നേരെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങ് സാധിപ്പിച്ചേക്കാനാണ് പറഞ്ഞേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിങ്ങ് റെഡിയാക്കിയേക്കാനാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും നമ്മുടെ ബലഹീനമായ വാക്കുകൾ കൊണ്ട് ദൈവം നമ്മളോട് കണക്കിടാതെ നമ്മൾ പറയുന്നതിനൊക്കെ ദൈവം തരുന്നുണ്ട്. ബട്ട് റിമെമ്പർ ഇറ്റ് ഈസ് നോട്ട് ഇൻ ദാറ്റ് വേ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ടല്ല നമ്മുടെ പ്രാർത്ഥന. കർത്താവേ, തിരുഹിതം എന്താണോ, നിൻ്റെ രാജ്യം എന്താണോ സംസാരിക്കുന്നത്, നിൻ്റെ രാജ്യം എന്താണോ ഞങ്ങൾക്ക് വേണ്ടി തരുന്നത്, അത് ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിൻ്റെ രാജ്യം വരണമെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ആ രാജ്യത്തിൻ്റെ സിറ്റിസൺസ് ആണ് നമ്മളെല്ലാവരും, അല്ലേ? നിൻ്റെ രാജ്യം വരണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് വേറെ വഴി കൂടെ പോവുകയാണെങ്കിൽ ഇറ്റ് ഡസൻറ്റ് മേക്സ് എനി സെൻസ്. നിൻ്റെ രാജ്യം വരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവെ ഞാൻ ഇനിയും ആ രാജ്യത്തിൻ്റെ അംഗമായി തീരുകയാണ്, ഞാൻ ആ രാജ്യത്തിൻ്റെ ഒരു വ്യക്തിയായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ത്യക്ക് കഴിഞ്ഞ 10-75 വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ച ഒരു രാജ്യമായി മാറി. പ്രൈസ് ദി ലോർഡ്. വെൻ വി ഗോട്ട് ദാറ്റ് freedom and all, we became a rightful citizen of that country, അല്ലേ? നമ്മൾ ആ രാജ്യത്തിൻ്റെ ഒരു നല്ല ഒരു പൗരനായി മാറി. സോ ബീയിങ് എ ഇന്ത്യൻ ഓർ അതർ സെൻസ്, നമ്മളവിടെ പറയുക അന്നത്തെ കാലഘട്ടത്തിൽ ഒരു അവസ്ഥ ഇമാജിൻ ചെയ്യുക. നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങളെ ഒരു ഇന്ത്യൻ ആക്കണമേ, ഞങ്ങളുടെ ഇന്ത്യ രാജ്യം വരണമേ, ഇന്ത്യ രാജ്യം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് മാറി ഒരു ഇന്ത്യൻ രാജ്യം വരണമേ, ഞങ്ങൾക്കൊരു ഇന്ത്യ തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അവസാനം ഇന്ത്യയൊക്കെ വന്നു കഴിഞ്ഞിട്ട് എന്നാൽ ഇനി നമുക്ക് ബ്രിട്ടീഷുകാരെ പോലെ ജീവിക്കാം എന്ന് പറഞ്ഞാൽ കാര്യമുണ്ടോ? ഇല്ല. When we pray that let the kingdom come, then that also means, that also gives a sense that we are the citizens of that kingdom. നമ്മൾ ആ ദൈവരാജ്യത്തിൻ്റെ ഇനിയും സിറ്റിസൺസ് ആണ്. So we have a rule.
നമുക്കൊരു റെഗുലേഷൻ ഉണ്ട്, നമുക്കൊരു നിയമമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം മുതൽ ഞാനൊരു ഇന്ത്യനായി മാറിയെങ്കിൽ ദാറ്റ് മീൻസ് ഐ ഹാവ് ടു അബൈഡ് വിത്ത് ദ റൂൾസ് ഓഫ് മൈ കൺട്രി. എൻ്റെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാകണം. ദാറ്റ് മീൻസ് വെൻ വി ആർ അബൈഡിങ് ടു എ കിങ്ഡം വി ആർ ഒബ്ലൈഡ് ടു ഹാവ് ആൻഡ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓഫ് ദാറ്റ് കിങ്ഡം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവമേ നിൻ്റെ രാജ്യം വരണമേ. That in another sense signifies that we are ready to obey the rules of the kingdom. Praise the Lord. ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാനായി ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തുകയാണ്. Praise the Lord. Hallelujah. ഈ ദൈവരാജ്യത്തിന് ദൈവം ഒരു നിയമം വെച്ചിട്ടുണ്ട്. Praise the Lord. We are supposed to follow the law given by our king. Praise the Lord. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ നിയമം അനുസരിച്ച് ജീവിക്കാനായിട്ടാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. We are supposed to follow, hallelujah, that kingdom values. ആ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ പുറത്തു വരാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Praise the Lord. Hallelujah. ദൈവരാജ്യത്തിൽ സമാധാനം, സന്തോഷം, ദീർഘമായി ക്ഷമിക്കുന്നത്, ഹല്ലേലൂയ ഹല്ലേലൂയ, മറ്റുള്ളവരെ എന്നെ പോലെ തന്നെ കരുതുന്നത്, ഹല്ലേലൂയ, മറ്റൊരു സഹോദരനെ എന്നെ പോലെ കരുതുന്നത്, ഹല്ലേലൂയ, അവിടെ ഈർഷ്യയും പിണക്കുമൊന്നും ഈ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളിലുള്ളതല്ല. ഹല്ലേലൂയ, മറ്റുള്ളവരെ എന്നെ പോലെ സ്നേഹിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഈ ദൈവരാജ്യത്തിൻ്റെ നിയമമാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ ദൈവമായിരിക്കുന്ന രാജാവായിരിക്കുന്നവനാണ് പറഞ്ഞത്. അപ്പോൾ ദൈവം അതിനകത്ത് തൻ്റെ നിയമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഉള്ളിലൂടെ ഒരു ബോധ്യം കൂടെ ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ ഈ ന്യായപ്രമാണങ്ങളും അല്ലെങ്കിൽ ഈ നിയമങ്ങളും എല്ലാം പാലിക്കാൻ ഞാൻ തയ്യാറാകണം. Praise the Lord. അപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി, the one who is praying should align with the values of the kingdom. Praise the Lord. ഈ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാതെ നമ്മൾ പ്രാർത്ഥിച്ചാൽ that makes never a sense. ഹല്ലേലൂയ. അത് ഒരു അർത്ഥവും അതിന് കൊടുക്കാൻ കഴിയത്തില്ല. കാരണം നമ്മൾ ദൈവരാജ്യത്തിനകത്തല്ല. Praise the Lord. Hallelujah. ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെ നിയമമുണ്ട്. ആ രാജ്യത്തിൽ താമസിക്കണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ നിയമം പാലിച്ചേ മതിയാകുകയുള്ളൂ. ആ രാജ്യത്തിൽ ഒരു കാര്യം നമുക്ക് സാധ്യമാകണമെങ്കിൽ we have to follow the track of that kingdom. അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ആ നിയമത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയും ദൈവരാജ്യത്തിൻ്റെ വ്യക്തിയാണെങ്കിൽ, ദൈവരാജ്യത്തിൻ്റെ മെമ്പറാണെങ്കിൽ, ഈ we are the member of that kingdom, നമ്മളും ആ ദൈവരാജ്യത്തിൻ്റെ നിയമത്തിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകുകയുള്ളൂ. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് അത് ഓർപ്പിച്ചത്? പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ we have to make sure that am I aligning with the kingdom values. എൻ്റെ പ്രാർത്ഥന ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളോട് ചേർന്ന് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് കർത്താവ് അവിടെ ഓർപ്പിച്ചിരിക്കുന്നത്. ബിഫോർ വി സ്റ്റാർട്ട് ഫോർ പ്രേയിങ് ഫോർ ദ ബ്രെഡ്, ഹല്ലേലൂയ, താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ ആഹാരം എനിക്ക് തരണമെന്നൊക്കെയുള്ള പ്രാർത്ഥന താഴോട്ടുണ്ട്. അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ സംസാരിക്കും, ചർച്ച ചെയ്യും. എന്നാൽ ഇവിടെ ആ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കൊരു ബോധ്യമുണ്ടാകണം, ഞാൻ ദൈവരാജ്യവുമായി എൻ്റെ ജീവിതം ചേർന്ന് പോകുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ പ്രാർത്ഥന മുന്നോട്ട് കഴിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഇന്നാർക്കൊരു പണി കൊടുക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചാൽ പ്രൈസ് ദി ലോർഡ്, അത് ദൈവരാജ്യത്തിൻ്റെ മൂല്യത്തിനകത്തുള്ളതല്ല. കാരണം ഹല്ലേലൂയ, നിങ്ങളുടെ ഒരു ചകിട് തടിക്കുന്നവനെ നിൻ്റെ മറ്റേ ചകിടവും കാണിച്ചു കൊടുക്കണമെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ അല്ലെങ്കിൽ ഗിരിപ്രഭാഷണത്തിൽ നമ്മൾ വായിക്കുന്ന ആ ദൈവരാജ്യത്തിൻ്റെ പ്രമാണത്തിലൂടെ സഞ്ചരിക്കുമെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവരാജ്യം നിന്റെ മുന്നിലുണ്ടെന്നുള്ള ഈ തികഞ്ഞ ബോധ്യമുണ്ടാകണം. ദൈവരാജ്യം നമ്മുടെ മധ്യത്തിലുണ്ട് എന്നുള്ള തികഞ്ഞ ബോധ്യമുണ്ടാകണം. ദൈവരാജ്യത്തിന് ഉള്ളിൽ നിന്നാണ് ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ നമ്മുടെ രാജാവായി വാഴുക. സോ ദാറ്റ് ഈസ് വാട്ട്
ജീസസ് ഈസ് ട്രൈങ് ടു കൺവേ, നിൻ്റെ രാജ്യം വരണമേ. ഇറ്റ്സ് എ പേഴ്സണൽ പെറ്റീഷൻ. ദാറ്റ് മീൻസ് ഹല്ലേലൂയ, ഒരു വ്യക്തിപരമായ അഭയാചനയാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ആ രാജ്യം വരണമേ. കാരണം പ്രൈസ് ദി ലോർഡ്, എൻ്റെ മോട്ടീവ്സ് അത് തെറ്റുള്ളതായിരിക്കാം, എൻ്റെ ചിന്തകൾ അത് വികലമായിരിക്കാം, എൻ്റെ ആഗ്രഹങ്ങൾ ഒരുപക്ഷെ അത് ദൈവഹിതമുള്ളതല്ലായിരിക്കാം. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നിൻ്റെ രാജ്യം വന്നാൽ എൻ്റെ മോട്ടീവ്സ് വിൽ ബി അലൈൻ വിത്ത് ദി കിങ്ഡം വാല്യൂസ്. നിന്റെ രാജ്യം വന്നാൽ നിന്റെ രാജ്യത്തിന് അനുയോജ്യമായ ആഗ്രഹങ്ങളെ എൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സോ ദാറ്റ് ഈസ് എ പേഴ്സണൽ പെറ്റീഷൻ. ഫൈനലി ഇതൊരു പ്രാക്ടിക്കൽ പെറ്റീഷൻ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവത്തോട് പറയുകയാണ്, നിന്റെ രാജ്യം വരേണമേ. We can have a part in seeing that of our Lord's kingdom in our life. എങ്ങനെ നമുക്ക് നിൻ്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ദൂരെ മാറി സഞ്ചരിക്കാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നിൻ്റെ രാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് there should be a submission to that kingdom. Praise the Lord. Hallelujah. നിൻ്റെ രാജ്യം വരട്ടെ, ഞാൻ എൻ്റെ വഴി കൂടെ പോകുമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നിൻ്റെ രാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, എൻ്റെ ജീവിതവും ദൈവരാജ്യത്തിന് വേണ്ടി വിധേയപ്പെടുന്നതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് മറ്റൊരു കാര്യം കൂടെ ബോധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ രാജ്യത്തിൽ ഞാൻ മാത്രമല്ല, മറ്റു പലരും ഈ രാജ്യത്തിൽ ഉളവാകണം, രാജ്യത്തിലുണ്ടാകണം. ദാറ്റ് മേക്സ് അവർ മിഷൻ ഇമ്പോർട്ടൻറ്റ്. അതാണ് നമ്മുടെ ദൗത്യം ഇമ്പോർട്ടൻ്റ് ആക്കുന്നത്. നിൻ്റെ രാജ്യം വരണമെന്ന് കയ്യും കെട്ടിയിരിക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിൻ്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഒരു കാര്യം കൂടെ ബോധ്യമുണ്ടാകണം, ഈ രാജ്യത്തിൽ അനേക അംഗങ്ങൾ ഇനിയും ചേരാനുണ്ട്, ഈ രാജ്യത്തിൽ അനേകർ ഇനിയും വരാനുണ്ട്, എൻ്റെ മേലൊരു ദൈവിക ദൗത്യം കൂടെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ആ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചത് അതിനുവേണ്ടി ഒരു കരം പോലും, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു വിരൽ പോലും അനക്കുന്നില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു തന്നെ ശിഷ്യന്മാർ അല്ലെങ്കിൽ പല സന്ദർഭങ്ങളിലും പ്രാർത്ഥിക്കുന്ന തൻ്റെ മുമ്പിൽ അഭയാചനയായിട്ട് വരുന്ന വ്യക്തികളോട് പറയുന്നത് എന്താ? ഹല്ലേലൂയ. വ്യർത്ഥമായ വ്യക്തിയോട് പറയുമ്പോൾ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമെന്ന് ചോദിച്ചപ്പോൾ അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവനിങ്ങ് വരാൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. കൊളക്കരയിൽ 38 വർഷമായി കിടന്ന വ്യക്തി പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, എനിക്ക് ഈ കുളം കലങ്ങുമ്പോൾ എന്ത് ചെയ്യുക, എനിക്കതിൽ ഇറങ്ങാൻ കഴിയത്തില്ല. എപ്പോൾ ഹല്ലേലൂയ, യേശു അവിടെയൊക്കെ പറയുന്നത് അവൻ്റെ തലയിൽ കൈവച്ചിട്ട് 2 ശാസിക്കുകയല്ല ചെയ്തത്, നിൻ്റെ കിടക്കെടുത്ത് നടക്കാനാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എലൈറ്റ് ആൻഡ് വാക്ക്. ഹല്ലേലൂയ. നീ എഴുന്നേറ്റ് എന്ത് ചെയ്യുക, നടക്കുക എന്ന് അവനോട് പറയുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഒരു ആക്ഷൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പ്രവർത്തനം ആഗ്രഹിക്കുന്നുണ്ട്, ഒരു മുമ്പോട്ടുള്ള ഒരു ചുവടുവെപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥന, നിൻ്റെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥന, ഇത് എൻ്റെയും നിങ്ങളുടെയും മുമ്പിലുള്ള ഒരു വലിയ ദൗത്യം കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മുമ്പിലുള്ള വലിയ ദൗത്യം കൂടെയാണ്. കാരണം നിൻ്റെ രാജ്യം വരണമെങ്കിൽ അനേകർ ഈ രാജ്യത്തിൻ്റെ അംഗങ്ങളായി തീരണം. നിൻ്റെ രാജ്യം വരണമെങ്കിൽ അനേകർ ഈ രാജ്യത്തിൻ്റെ ഭാഗമാകണം. അതിന് എന്താ ചെയ്യേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പുറപ്പെടണം. ഞാൻ ഹല്ലേലൂയ കർത്താവിൻ്റെ നാമം വഹിച്ച് ഹല്ലേലൂയ അനേകരോട് സുവിശേഷം അറിയിക്കണം. എങ്കിൽ മാത്രമേ ഈ രാജ്യം ഇവിടെ വരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ധാരാളം ആളുകൾ സുവിശേഷം പറയുന്നവരുണ്ട്. എന്നാൽ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ദ ഗ്രേറ്റ് മിഷൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിൻ്റെ രാജ്യം വരണമെന്ന് ആഗ്രഹിക്കുന്നവർ, പ്രൈസ് ദി ലോർഡ്, ദൈവരാജ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അവർ കർത്താവിൻ്റെ വേലക്കാരായി തന്നെ തീരണം. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകണം. കർത്താവിന് വേണ്ടി സുവിശേഷത്തിൻ്റെ വാഹകരായി മാറണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം വരിക എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ പ്രവർത്തനം കൂടി അതിനകത്ത് ഇൻവോൾവ് ആണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദി ഔട്ട്റീച്ച് ദാറ്റ് വി വാണ്ട് ടു ഡു, ഓർ ദ സബ്മിഷൻ, നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുമ്പോൾ, നമ്മെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, ദൈവരാജ്യം വരികയാണ്. ത്രൂ അവർ പ്രേയേഴ്സ്, ത്രൂ അവർ സബ്മിഷൻ, ത്രൂ അവർ മിനിസ്ട്രി, ഇതെല്ലാം എന്താ സംഭവിക്കുന്നത്? ദൈവരാജ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവരാജ്യം
ദൈവരാജ്യം നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ഇടയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെയും അഭയാചനയ്ക്കകത്ത് എന്തുണ്ട്? ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിയുണ്ട്, ദൈവരാജ്യത്തിൻ്റെ ഹിതമുണ്ട്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും, നമ്മളൊരു രോഗം മാറാൻ പ്രാർത്ഥിച്ചാലും, നമ്മൾ ഒരു വിസ കിട്ടാൻ പ്രാർത്ഥിച്ചാലും, അതിനകത്തെല്ലാം എന്തുണ്ട്? ഈ ദൈവരാജ്യം വരണമേ എന്നുള്ള ആഗ്രഹത്തിനകത്താണ് അതെല്ലാം സംഭവിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ രോഗം മാറുന്നത് പ്രൈസ് ദി ലോർഡ് എൻ്റെ കേവലം ഒരു ഫിസിക്കൽ റിഡംഷൻ അല്ല, ഒരു ഫിസിക്കൽ ഡെലിവറൻസ് അല്ല. എൻ്റെ രോഗം മാറുന്നത് ദൈവരാജ്യത്തിലേക്ക് മറ്റൊരാൾ വരാനുള്ള ഒരു ആഹ്വാനം കൂടിയാകണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ദൈവം ചെയ്ത വിടുതലിനെ കുറിച്ചൊക്കെ സാക്ഷ്യം പറയണമെന്ന് നമ്മൾ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് കിട്ടിയ വിടുതൽ മറ്റൊരാൾക്ക് അനുഗ്രഹമായി തീരണം. എനിക്ക് കിട്ടിയ വിടുതൽ മറ്റൊരാളെ കർത്താവിലേക്ക് നയിക്കാനുള്ള ഒരു സംഗതിയായി മാറണം. എനിക്ക് ലഭിച്ചതായ ആത്മരക്ഷ, എനിക്ക് ലഭിച്ചതായ വിടുതൽ, അതെല്ലാം ദൈവരാജ്യത്തിൻ്റെ വരവിന്, ദൈവരാജ്യം എൻ്റെ നടുവിൽ വരാനുള്ളതിൻ്റെ കാരണമായി മാറണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, ഇറ്റ് ഈസ് എ പ്രാക്ടിക്കൽ പെറ്റീഷൻ. എന്ന് പറഞ്ഞാൽ, കർത്താവെ നിൻ്റെ രാജ്യം വരണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, കർത്താവെ അനേകർ കർത്താവിൻ്റെ നാമത്തെ അറിയണം. പ്രൈസ് ദി ലോർഡ്. അനേകർ ഈ നാമത്തെ അറിയണം, അനേകർ കർത്താവിൻ്റെ ഹിതത്തിലേക്ക് വരണം. കർത്താവെ അനേകർ ഈ അനുഭവത്തിലേക്ക് വരണം, അനേകർ ഈ അനുഭവത്തിൻ്റെ ഭാഗമാകണം, അനേകർ ഈ രാജ്യത്തിൻ്റെ അംശികളായി മാറണം. അതുകൊണ്ട് തന്നെയാണ് കർത്തൃമേശ ശുശ്രൂഷ നടക്കുമ്പോൾ ഞാൻ ചോദിക്കാറുള്ളത്, ആരെങ്കിലും കർത്താവിനെ രക്ഷിതാവും രക്ഷകരായി സ്വീകരിക്കാനുണ്ടോ എന്നത്. കാരണം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം എത്തി നിൽക്കുന്നത് ആ ദൈവരാജ്യത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ യേശു പറയുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണം. പ്രൈസ് ദി ലോർഡ്. ലെറ്റ് ഓർ ദൈ കിങ്ഡം കം. നിന്റെ രാജ്യം വന്നേ തീരുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, how often our prayers are aligned with the kingdom. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവരാജ്യവുമായി എത്ര അടുത്ത് നിൽക്കുന്നുണ്ട് നമുക്കൊന്ന് പരിശോധിക്കാമോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും എന്നുള്ള പ്രാർത്ഥനകൾക്കകത്തെല്ലാം ഒരു കാര്യം പരിശോധിക്കണം. ഈസ് ഇറ്റ് ഐ ആം അലൈനിങ് വിത്ത് ദ കിങ്ഡം വാല്യൂസ്? ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ പ്രമാണവുമായിട്ട് ചേർന്ന് പോകുന്നതാണോ എൻ്റെ പ്രാർത്ഥന? ഇഫ് ഐ ആം നോട്ട് contributing anything to the kingdom, then നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് യാതൊരു അർത്ഥവുമില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ രാജ്യം വരണമേ എന്നുള്ള ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വ്യക്തിയുടെ ഉള്ളിലെ ആഗ്രഹമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്നത്തെ ആഹാരം തരുമ്പോഴും, ഇന്നത്തേക്കുള്ള അപ്പം തരുമ്പോഴും, എൻ്റെ ശത്രുക്കൾ അല്ലെങ്കിൽ എൻ്റെ മുമ്പിലുള്ള വിഷയങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാകുമ്പോഴും, ഞാൻ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോഴും, മറ്റുള്ളവരുടെ പിഴവുകളെ ഞാൻ സ്വർഗസ്ഥനായ പിതാവ് ക്ഷമിക്കുന്നത് പോലെ എന്നോടും ഹല്ലേലൂയ ക്ഷമിക്കണമേ എന്നെല്ലാം പറയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, കർത്താവേ ഈ ദൈവരാജ്യത്തിൻ്റെ മൂല്യത്തിലേക്ക് എന്നെ ഒന്ന് എത്തിക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നതിന് മുമ്പ് ഒരു ആഹ്വാനം തരാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് ആ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാനായിട്ടിടയായി തരണം. ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ നമ്മളിലുണ്ടാകണം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ അസൂയയും, നമ്മുടെ ജീവിതത്തിൽ പിണക്കങ്ങളും, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിന് ഹിതമില്ലാത്ത ചിന്തകൾ കൊണ്ട് നിറച്ചിരിക്കുന്നുവെങ്കിൽ we are not aligned with the kingdom. ഹല്ലേലൂയ. ദൈവരാജ്യവുമായി നമ്മൾ ചേർന്ന് നിൽക്കുകയല്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ആദ്യം തന്നെ തെറ്റിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. If we are aligned with the kingdom, there will be peace, there will be forgiveness, there will be hallelujah, love. Everything will be there in that kingdom. നമ്മുടെ ജീവിതത്തിൽ ആ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി എത്ര പേർക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കാനായിട്ട് കഴിയും? ദൈവരാജ്യം എൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമാകണമെന്ന് എത്ര പേര് ഈ പകൽക്കാലം ആഗ്രഹിക്കുന്നുണ്ട്? ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിൽ ഒന്ന് സമർപ്പിക്കാമോ? ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ അനവധി ശുശ്രൂഷകളിൽ നിന്ന് നടക്കേണ്ടതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ I would be very selfish many times, but I would like to say that my prayer should align with the
kingdom. Hallelujah. There is a prophetical, hallelujah, petition behind it, because God will come. Hallelujah. God will reign. God will rule over me. എൻ്റെ ജീവിതത്തിൽ ദൈവം അല്ലെങ്കിൽ ഞങ്ങളുടെ hallelujah ഇടയിൽ ദൈവരാജ്യം വരും. Hallelujah. It is also a personal petition, because I know, hallelujah, ദൈവത്തിൻ്റെ രാജ്യത്തിൽ ഒരു അംഗമാകണമെങ്കിൽ എന്നിൽ ചില മാറ്റമുണ്ടാകണം. ദൈവരാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കുന്ന എന്നിൽ ആ ദൈവരാജ്യത്തിൻ്റെ മൂല്യമുണ്ടാകണം. കർത്താവേ, അതുകൊണ്ട് ഞാൻ ദൈവരാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, കർത്താവേ, ഞാൻ ദൈവരാജ്യം വരാൻ യോഗ്യനായ വ്യക്തിയാണോ എന്ന് പരിശോധിക്കപ്പെടാനിടയാകണം. Praise the Lord. ദൈവരാജ്യം വരണമെന്ന് പറയുമ്പോൾ what we are doing for that, what is a practical step that we are doing? ദൈവരാജ്യം വരാനായി എൻ്റെ ജീവിതത്തിൽ എന്താണ് ഞാൻ ചെയ്യുന്നത്? Praise the Lord. മറ്റൊരാളെ കൂടെ ഈ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാക്കാനായി കർത്താവേ എന്നെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കേവലം 3 പദം മാത്രമേ ഉള്ളെങ്കിലും it is highly loaded with lot of theological elements. Hallelujah. Thy kingdom come എന്ന് 3 പദമേ ഉള്ളെങ്കിലും അതിനകത്ത് hallelujah ഒത്തിരി hallelujah ദൈവിക ഇൻസൈറ്റ്സ്, ദൈവിക അനുഭവങ്ങൾ അതിനകത്ത് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾ ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തോട് ചേർന്ന് നിൽപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.